ഞാൻ ഈ കാറിൻ്റെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കംപ്ലൈൻറ്റിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ചിലരൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് 2-3 സ്പീക്കറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ഡിക്കിയുടെ വെയിറ്റ് കൂട്ടുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കാറുകളിൽ കാണപ്പെടുന്ന സ്വാഭാവികമായ ഒരു കംപ്ലൈൻറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കാറിൻ്റെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ഉയർത്തി വെച്ചു. പക്ഷേ അത് ഉയർന്നു തന്നെ നിൽക്കുന്നില്ല. ഡിക്കി ഉയർന്നു നിൽക്കാതെ താഴോട്ട് തന്നെ സ്ലിപ്പായി പോരുകയാണ്. അപ്പം ഈ ഒരു കംപ്ലൈൻറ്റിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഈ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഏത് ഭാഗമാണ് ഡാമേജ് ആയത് എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഡാമേജ് പരിഹരിക്കുന്നതെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കാറിൻ്റെ ഡിക്കി താങ്ങി നിൽക്കുന്നത് ഈ 2 സ്ട്രട്ടിലാണ്. അതായത് ഈ 2 സ്ട്രട്ട്, ഈ 2 ഹൈഡ്രോളിക് സ്ട്രട്ടിലാണ് നമ്മുടെ കാറിൻ്റെ ഡിക്കി താങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിക്കി ഉയർത്തുമ്പോൾ ആ ഡിക്കി താങ്ങി നിൽക്കാതെ താഴ്ന്നു പോരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം ഹൈഡ്രോളിക് സ്ട്രട്ട് ഡാമേജ് ആയതാണെന്ന്. ഈ ഹൈഡ്രോളിക് സ്ട്രട്ട് എങ്ങനെയാണ് ഡാമേജ് ആവുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അത് കാലപ്പഴക്കം കൊണ്ട് തന്നെയാണ്. കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഓയിലുണ്ട്. ആ ഓയിൽ ലീക്ക് ആവുമ്പോഴാണ് ഈ സ്ട്രട്ട് കംപ്ലൈൻ്റ് ആവുന്നത്. നമുക്കൊരിക്കലും ഡാമേജ് ആയ സ്ട്രട്ട് ഒരു കാരണവശാലും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അവിടെ റീപ്ലേസ്മെൻറ്റ് മാത്രമേ പറ്റുള്ളൂ. അതായത് പുതിയ സ്ട്രട്ട് പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം സോൾവ് ആവുകയുള്ളൂ. ചിലരൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് 2-3 സ്പീക്കറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ഡിക്കിയുടെ വെയിറ്റ് കൂട്ടുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ ഈ ഒരു വെയിറ്റ് താങ്ങാനാവാതെ സ്ട്രട്ട് കംപ്ലൈൻ്റ് ആവാം. ആ ഒരു വെയിറ്റ് താങ്ങാൻ കഴിയാതെ സ്ട്രട്ട് താഴോട്ട് പോരുകയും ചെയ്യാം. ആ കാരണം കൊണ്ട് സ്ട്രട്ട് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു വാഹനം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കാം. സ്ട്രട്ട് കംപ്ലൈൻ്റ് ഇല്ലാത്ത അഥവാ ഡിക്കി കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരു വാഹനം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് കാണിക്കാം. കണ്ടോ, ഈ വാഹനം ഡിക്കി നമ്മൾ ഉയർത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിക്കി ഉയർന്നു നിൽക്കുകയാണ്. കാരണം നല്ല ഗുഡ് കണ്ടീഷൻ സ്ട്രട്ടാണ് ഇതിനുള്ളത്. ഇതൊരു പുതിയ വാഹനമാണ്. അപ്പോൾ ഈ സ്ട്രട്ട് കാലപ്പഴക്കം കൊണ്ട് ഉണ്ടാകുന്ന കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് സ്ട്രട്ട് റീപ്ലേസ് ചെയ്യുക എന്നൊരു മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് നല്ല കണ്ടീഷനായിട്ടുള്ള സ്ട്രട്ടാണ്. അപ്പോൾ ഞാൻ മറ്റേ വാഹനത്തിൻ്റെ സ്ട്രട്ട് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ആവശ്യമുള്ള വീഡിയോ തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.